പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. പന്തക്കൊസ്ത തിരുനാളിൻ്റെ അഭിഷേക പ്രാർത്ഥന തുടരുകയാണ്. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം അല്ലെങ്കിൽ അപ്പസ്തോലിക അനുശാസനം ആയ ഈ മതബോധന പഠനത്തിൻ്റെ 927 എപ്പിസോഡാണ്. നമ്മൾ ഈ കാലമത്രയും പഠിച്ചതനുസരിച്ച് നമ്മുടെ വിശ്വാസം വളരെയധികം വളർന്നിരിക്കുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പന്തക്കൊസ്ത തിരുനാളിൻ്റെ പ്രത്യേക അഭിഷേകം നമ്മളിൽ നിറയാനും സഭ മുഴുവനിലും നിറയാനും നമുക്ക് എല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നലത്തെ പ്രാർത്ഥനയ്ക്ക് വളരെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. തുടർന്ന് കർത്താവ് അരുളി ചെയ്തു, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം. എൻ്റെ സർവാതിശായിയായ ശക്തി മുഴുവനും നിങ്ങളിൽ ഇപ്പോഴും പകർന്നിട്ടില്ല. കർത്താവ് അത് പകരുന്നു. അതുകൊണ്ട് നമ്മൾ എത്ര പ്രഘോഷണങ്ങൾ കേട്ടാലും പ്രബോധനങ്ങൾ കേട്ടാലും അതോടൊപ്പം നമ്മൾ കുറേ സമയം പ്രാർത്ഥനയിലായിരിക്കണം. പന്തക്കൊസ്തായുടെ ഏറ്റവും പ്രധാന ഒരു ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അവസാന വാക്കിതായിരുന്നു, അവർ സദാസമയം ദേവാലയം വിട്ടുപോകാതെ കർത്താവിനെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും അവിടെ കഴിഞ്ഞുകൂടി. അതാണ് നൊവേന എന്ന് പറയുന്നത്. 9 ദിവസവും ദിനരാത്രം ദേവാലയം വിട്ടുപോകാതെ പരിശുദ്ധാത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ അവിടെ തങ്ങി. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഈ പന്തക്കൊസ്ത തിരുനാളിന് മുൻപും നിങ്ങളെല്ലാവരും അതുപോലെ പ്രാർത്ഥിച്ച് കാണും. എന്നാൽ അതേസമയം അതിനുശേഷവും പ്രാർത്ഥിക്കണം. അടുത്ത ഞായറാഴ്ച പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. അങ്ങനെ നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിനായിട്ട് നിസാരമായ ഒരു പ്രാർത്ഥന മതി. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണേ. എല്ലാവരും പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണേ. പരിശുദ്ധാത്മാവേ സഭ മുഴുവനിലും നിറയണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിറയണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിറയണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിറയണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നിറയണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണേ. വരുവിൻ, നമുക്ക് ഈശോ തന്നെ പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് സഭയിലുള്ള എല്ലാ വെല്ലുവിളികൾക്കും ഉത്തരം പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നതാണ്. സഭയിൽ ഒരുപാട് മേഖലകളിലുള്ള അനുസരണക്കേടിൻ്റെയും ഇൻഡിഫറൻസിൻ്റെയും ജ്ഞാനമില്ലായ്മയുടെയും എല്ലാം കാരണം വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല. അതിനാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വരുവിൻ, നമുക്കെല്ലാവർക്കും ഈശോയുടെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും പൂർണ്ണ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ രാജ്യം ഈ കാലഘട്ടത്തിൽ സഭ മുഴുവനിലും വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണേ. ഈശോയെ, സഭ മുഴുവനിലും നിറയണേ. പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിൽ സഭയിൽ ശക്തമായ അഭിഷേകം നൽകണേ. മനസ്സിനെ പരിവർത്തനം നടത്തുന്ന രീതിയിലുള്ള അഭിഷേകം നൽകണേ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് തുടരാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ വെളിവിൻ്റെ കതിരുകൾ ആകാശത്തിൻ്റെ വഴിയെ അയച്ചരുളണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, എഴുന്നള്ളി വരണമേ. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമുള്ള വിരുന്നേ, മധുരമുള്ള തണുപ്പേ, അലച്ചിലിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിലിൽ സ്വൈര്യമേ, എഴുന്നള്ളി വരണമേ. എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങ് വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ അങ്ങ് നിറയ്ക്കണമേ. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യരിൽ ദോഷമല്ലാതെ ഒന്നുമില്ല. അറപ്പുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, മുറിവേറ്റിരിക്കുന്നത് സുഖപ്പെടുത്തണമേ, രോഗപ്പെട്ടത് പൊറുപ്പിക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, ആറിപ്പോയത് ചൂട് പിടിപ്പിക്കണമേ, വഴിതെറ്റിപ്പോയത് നേരെയാക്കണമേ. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ 7 വിശുദ്ധ ദാനങ്ങൾ നൽകണമേ. ഭാഗ്യമരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും അവിടുന്ന് ഞങ്ങൾക്ക് കൽപ്പിച്ചരുളണമേ. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂട്ടി. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ എഴുന്നള്ളി വരണം. എല്ലാവർക്കും ഒന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാഹത്തോടെ പ്രാർത്ഥിക്കാം. സഭയിൽ എന്നേക്കും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യം പരിശുദ്ധാത്മാവ് നൽകുന്ന ആ സ്നേഹം. പരിശുദ്ധാത്മാവ് സ്നേഹമാകുന്നു. പരിശുദ്ധാത്മാവ് സത്യമാകുന്നു. സത്യത്തിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ ആത്മാവിൽ ജ്വലിക്കണമേ. എല്ലാവരും ദാഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞാൻ എല്ലാവർക്കും ഇന്നലെ നമ്മൾ പാടിയ ആ ഗാനത്തിൻ്റെ വീഡിയോ അയച്ചു. അതോടൊപ്പം അതിൻ്റെ ലിറിക്സ് അയച്ചു. വെനി ക്രിയാറ്റോർ എന്ന സഭയുടെ ഔദ്യോഗികമായ ഈ വലിയ വളരെ പ്രത്യേകമായ ശിഷ്ടാവാം പാവനാത്മാവേ എന്ന ഈ ഗാനത്തിൻ്റെ വരികൾ അയച്ചു. അതെല്ലാവരും കടലാസിൽ എഴുതിയെടുത്താൽ നല്ലതാണ്. അത് കടലാസിൽ എഴുതി ഞാൻ എടുത്തു. നമ്മളത് വീണ്ടും ഇന്ന് പാടി, അല്ലെങ്കിൽ ദിവസങ്ങളിൽ നമുക്കത് വീണ്ടും പാടി പ്രാർത്ഥിക്കാം. ഈ ഗാനം നമുക്ക് മറ്റൊരു ബന്ധമുണ്ട് ഈ ഗാനവുമായിട്ട്. ഈ ഗാനം എഴുതിയത് നമ്മളെന്നും പ്രാർത്ഥിക്കാറുള്ള സഭാപിതാക്കന്മാരൊരാളായ വിശുദ്ധ റാബാനോസ് ആണ്. വിശുദ്ധ റാബാനോസ് 9-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ മൈൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിച്ച സഭാപിതാവാണ്. അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ എന്ന് പറയാം. പരിശുദ്ധാത്മാവിൻ്റെ ഈ ഗാനം ഈ വിശുദ്ധ റാബാനസ് എന്ന സഭാപിതാവ് എഴുതിയതാണ്. വരുവിൻ, നമുക്ക് ഇന്ന് വീണ്ടും ആ ഗാനത്തെ കൂടുതൽ
അർത്ഥപൂർവം മനസ്സിൽ കണ്ടുകൊണ്ട് ശിഷ്ടാവാം പാവനാത്മാവേ, മക്കൾ തൻ ഹൃത്തിൽ വരണമേ, സൃഷ്ടികളാം ഇവരിൽ വരണമേ, നിന്റെ ദിവ്യപ്രസാദം തരണേ. ആശ്വാസദായകൻ നീയേ, ദൈവത്തിൻ വരദാനം നീയേ, ജീവന്റെ ഉറവും തീനാവും നവ്യാത്മീയ തൈലവും നീയേ. ദൈവത്തിൻ കൈവിരൽ നീയേ, സ്വർഗത്തിൻ കൈയൊപ്പും നീയേ. വരുവിൻ, നമുക്ക് ഈ ഗാനം പാടി പ്രാർത്ഥിക്കാം. സൃഷ്ടികളാം ഇവരിൽ വരേനേ, ദിവ്യ പ്രസാദം തരേനേ. ശ്വാസദായകൻ നീയേ, ദൈവത്തിൻ വരദാനം നീയേ, ജീവന്റെ ഉറവും തീനാവും ആത്മീയ തൈലവും നീയേ. കൈവിരൽ നീയേ, സ്വർഗത്തിൻ കൈയൊപ്പം നീയേ. ഇവന്റെ വചസ്സുകൾ നാവിൽ നിത്യം തരുന്നതും തെളിച്ചിടുന്ന നേരം സ്നേഹത്തിൻ ശീലകൾ മൂളും ഞങ്ങൾ ശാന്തിഗീതങ്ങളും പാടും. ചരിത്രങ്ങളാണെന്തേ മാന്തികാങ്കൂരിയാൽ തൊടുമ്പോ എല്ലാം ഒളിക്കും. ജീവചൈതന്യം തുടിക്കും. അത്യായി നീ വന്നാൽ ജീവിത വീതിയിൽ നിന്നാൽ ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയാർജിച്ചിടും ഞങ്ങൾ. യും കൂട്ടനെയും ഇന്നിലുതിരുന്ന ഞങ്ങൾ ആത്മാവാം നിന്നിൽ വിശ്വസിച്ചിടും ഞങ്ങൾ. ദൈവപിതാവിനും സുതനും മൂന്നാമനാകുമങ്ങേക്കും സ്തുതിയായിരിക്കട്ടെ എന്നും. സ്തുതിയായിരിക്കട്ടെ എന്നും. സ്തുതിയായിരിക്കട്ടെ എന്നും. ആരാധനക്രമത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി നമുക്കിത് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പാടാം. കൃഷ്ണാവാം ഭാവനാത്മാവേ, എല്ലാവരും കൽഗൻഹിത്തിൽ വരണേ, സിദ്ധികളാം ഇവരിൽ വരണേ, ദിവ്യ പ്രസാദം തരണേ. സദായകൻ നീയേ, ദൈവത്തിൻ വരദാനം നീയേ, ജീവന്റെ ഉറവും ഈനാവും ആത്മീയ തൈലവും നീയേ.
സ്വർഗത്തിൻ കൈവിരൽ നീയേ, സ്വർഗത്തിൻ കയ്യൊപ്പും നീയേ. ജീവന്റെ വചസ്സുകൾ നാവിൽ നിത്യം ഉൾത്തരുന്നതും നീയേ. ദീപങ്ങളാമിന്ദ്രിയങ്ങൾ നീ തെളിച്ചിടുന്ന നേരം, സ്നേഹത്തിൻ ശീലകൾ മൂളും ഞങ്ങൾ ശാന്തിഗീതങ്ങളും പാടും. ശരക്കങ്ങളെ മാന്തികാങ്കുഞ്ഞാൽ തൊടുമ്പോ ജീർണതയെല്ലാം ഒളിക്കും, ജീവചൈതന്യം തുടിക്കും. യായി നീ വന്നാൽ ജീവിത വീതിയിൽ നിന്നാൽ ശത്രുവിന്നികൾ തകർക്കാൻ ിടും. പുത്രനെയും അവരുടെ ആത്മാവാം നിന്നിൽ പരം വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. ദൈവപിതാവിനും സുതനും മൂന്നാമനാകുമങ്ങേക്കും സ്തുതിയായിരിക്കട്ടെ എന്നും, ഇന്നും സ്തുതിയായിരിക്കട്ടെ എന്നും, സ്തുതിയായിരിക്കട്ടെ എന്നും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഈ പ്രത്യേക ഗാനം ആലപിച്ചതിലൂടെ നമ്മളിലേക്കും സഭ മുഴുവനിലേക്കും വലിയ അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവേ, ഞങ്ങളിലും സഭ മുഴുവനിലും വലിയ അഭിഷേകം ഒഴുക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലും സഭ മുഴുവനിലും വലിയ അഭിഷേകം ഒഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലഹലബല, ഹലബല, ഹലബല. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം സഭ മുഴുവനിലും നിറയട്ടെ, സഭ മുഴുവനിലും നിറയട്ടെ. സഭ മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വ്യക്തിപരമായി ഈശോയുടെ സഭയാകുന്ന, ഈശോയുടെ ശരീരമാകുന്ന സഭയുടെ ഓരോ അവയവങ്ങളുമാണ് സഭ മുഴുവനെയും ചലിപ്പിക്കുന്ന അത്ഭുത ശക്തിയും ജീവനാഡിയുമായ പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്താ ദിവസം സഭയിലേക്കാണ് വർഷിച്ചത്. സ്നേഹമുള്ളവരെയും, അതോടൊപ്പം ഇന്ന് ഞാൻ വെളുപ്പിനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടിയ മറ്റൊരു ഉൾക്കാഴ്ച, അത് നമ്മുടെ ഒരു അഹങ്കാരമായിട്ട് പറയണതല്ല, വളരെ വലിയ ഒരു കാര്യമാണ്. പെന്തക്കോസ്താ ദിവസത്തിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 17-18 പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാന ഒരു കാര്യം ഇതാണ്. അവസാന നാളുകളിൽ തൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരിലും വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും. അതിനുശേഷം വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ സേവകർ, ശുശ്രൂഷകർ പ്രവചിക്കും. ഇതെന്നെ കർത്താവ് വീണ്ടും ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെ
ഈ ഒരു വചനം നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയില്ല വേറെ ഏതെങ്കിലും ശുശ്രൂഷയിൽ ഈ വചനത്തെ പൂർത്തിയാക്കിക്കൊണ്ട് അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. കണ്ടോ, 2 പ്രാവശ്യം ഇവിടെ എടുത്തു പറയുന്നത് പ്രവചനവരത്തെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 21:9 കന്യകമാരും പ്രവചനവരം ലഭിച്ചവരുമായ 4 പുത്രിമാർ അവനുണ്ടായിരുന്നു. കണ്ടോ, എനിക്ക് ഇത് എന്നോട് ഈശോ പറയുകയാണ്, ഈ പ്രവചനവരം കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വരുവിൻ, നമുക്ക് കർത്താവ് തന്ന വലിയ ഒരു ദാനമാണ് ഈ പ്രവചനവരം. ഞാൻ ഇന്ന് ചിന്തിക്കുമ്പോൾ ഈ പ്രവചനവരം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഓരോ ദിവസവും എന്തോ ഒരു വലിയ അഭിഷേകമാണ് നമ്മുടെ ആത്മാവിലേക്ക് ചൊരിയുന്നത് എന്നോർത്ത് നമുക്ക് നന്ദി പറയണം. പലർക്കും പ്രവചനവരത്തെക്കുറിച്ച് വേണ്ട രീതിയിൽ അറിയാത്തത് കൊണ്ട് പ്രവചനമില്ലാത്തത് കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്ത് ചെയ്യാം? പക്ഷേ നിങ്ങൾ ഈ ഗ്രൂപ്പിലുള്ളവർക്കെല്ലാം എനിക്ക് നല്ല ഉറപ്പുണ്ട്, പ്രവചനത്തെ സ്വീകരിക്കുന്നവരാണ്. അതാണ് പന്തക്കൊസ്താ ദിവസത്തിൽ ആദ്യം ഉണ്ടായതും ജോയേൽ പ്രവാചകനിലൂടെ അരുളപ്പെട്ടത് അന്ന് സംഭവിച്ചു. അത് അന്നൊരു ദിവസത്തേക്ക് മാത്രമല്ല, അത് സഭ മുഴുവനിലും എപ്പോഴും സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തന്നെ ഈ ക്ലാസ്സിൽ എല്ലാ ദിവസവും പ്രവചനങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തന്നെ മോശ അരുളി ചെയ്തു, കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരും പ്രവചിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ സഭയെമ്പാടും നോക്കുമ്പോൾ വളരെ ചുരുക്കം പേരെ ഈ പ്രവചനവരം ഉപയോഗിക്കുന്നുള്ളൂ. വരുവിൻ, നമുക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ ഈ പ്രവചനവരം ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ എല്ലാ ദിവസവും ഈ വചനം കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്, പറയാറുണ്ട്. 1 കൊരിന്ത്യർ 14:1 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. വരുവിൻ, നമുക്ക് 2 കാര്യം. ഒന്ന്, സ്നേഹം നമ്മളിലേക്ക് ഒഴുകണം. എന്നാൽ അതോടൊപ്പം പ്രവചനവരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. സ്നേഹമില്ലെങ്കിൽ 1 കൊരിന്ത്യർ 1-2-3 വചനങ്ങളിൽ പറയുന്നു, നിങ്ങൾക്ക് ഭാഷാപരമുണ്ടാകാം, പ്രവചനപരമുണ്ടാകാം, മാലാഖമാരുടെ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കാം. എങ്കിലും സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചേങ്ങലയും ചിലമ്പുന്ന കൈത്താളവും മാത്രം. മലകളെ മാറ്റാൻ പറ്റിയ വിശ്വാസമുണ്ടാകാം, പ്രവചനമുണ്ടാകാം, എങ്കിലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഇതിനെ നമുക്ക് മുറുക്കെ പിടിക്കാം. ഈ പെന്തക്കോസ്താ തിരുനാൾ പ്രമാണിച്ച് മാർപ്പാപ്പ നൽകിയ പ്രബോധനത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിറഞ്ഞാൽ മാത്രമേ നമ്മളിൽ ആ ദൈവീകരണം
ശക്തമാകുകയുള്ളൂ. നമ്മളിൽ വരദാനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ വരദാനങ്ങൾ ഉണ്ടായാൽ പോരാ, സ്നേഹം നമ്മളിൽ ഒഴുകണം. സ്നേഹം, ശാന്തി, ആനന്ദത്താൽ, ക്ഷമയാൽ, ദയയാൽ, നന്മയാൽ എൻ ഹൃദയം നിറയ്ക്കേണമേ. വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവുമേകി എന്നിൽ. വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവുമേകി എന്നിൽ പുതുചൈതന്യം ചൊരിയേണമേ. നമ്മളവരെയും മുന്തിരിച്ചെടിയുടെ ശാഖയായ നമ്മളിലേക്ക് ഈശോ നിരന്തരം ആ സ്നേഹ ചൈതന്യം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. നിരന്തരം പരിശുദ്ധാത്മാവിനെ നമ്മളിൽ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. നിരന്തരം നമ്മൾ ശ്വാസോച്ഛ്വാസം പോലെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ്. അതിനാൽ നമുക്ക് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മൾ നിറയണം. നമ്മളുടെ ഹൃദയം സ്നേഹത്താൽ നിറയണം. വിശുദ്ധ കൊച്ചുശ്ശ പുണ്യവതി പറയാറുള്ളത്, ഈ 1 കൊരിന്ത്യസ് 13 ഉദ്ധരിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം വരങ്ങളുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. അതിനാൽ എനിക്ക് മറ്റെല്ലാ വരങ്ങളെക്കാളും ഉപരി സ്നേഹം മതി. സ്നേഹം, ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. ഐ ആം ഹു ഐ ആം എന്ന് പറഞ്ഞ ആ ദൈവം പുതിയ നിയമത്തിൽ വരുമ്പോൾ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ 2 കാര്യമാണ് പൗലോസ്ലീഹ 1 കൊരിന്ത്യസ് 14 പറയുന്നത്. സ്നേഹമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുകയും. പെന്തക്കോസ്താ ദിവസം ഏറ്റവും ആദ്യമെടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്രവചനത്തെക്കുറിച്ചാണ്. ഞാനിത് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. 2000 വർഷമായി ഈ പ്രവചനം അല്ലെങ്കിൽ ജോയൽ പ്രവാചകൻ പറഞ്ഞത് സംഭവിച്ചിട്ട് സഭയുടെ ആരംഭത്തിൽ അപ്പസ്തോലൻ പറയുകയാണ്, ഇത് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണ്. എന്നാൽ ഇത്രയും നാളായിട്ടും ഈ പെന്തക്കോസ്താ ദിവസം തുറന്ന ആ പ്രവചനവരം എന്തുകൊണ്ട് സഭയിൽ കൂടുതൽ പേരിലേക്ക് തുറക്കുന്നില്ല? ഇത് സഭയുടെ ഒരു കുറവല്ലേ? ഇതൊരു കുറവല്ലേ? അതുകൊണ്ടല്ലേ ഇന്ന് പല കാര്യങ്ങളും വെറും മാനുഷിക ജ്ഞാനത്തിലും ബുദ്ധിയിലുമാണ് മനുഷ്യരെല്ലാം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രവചനമായിട്ട് നമ്മൾ സ്വീകരിച്ചാൽ അത് സംഭവിക്കും. അതിനാൽ നമുക്കിന്ന് കൂടുതൽ ആഴമായി പ്രാർത്ഥിക്കണം. സഭയിൽ ധാരാളം പേർ ഈ പ്രവചനവരം ഉപയോഗിക്കാനും പ്രവചനവരത്തിനായി അഭിലഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുവിൻ എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രവചനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്നാൽ നമ്മൾ ഈ പ്രവചനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും തന്നെ ഈ പെന്തക്കോസ്താ തിരുനാൾ പ്രമാണിച്ച് നിങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന പ്രവചനപരം അഭിഷേകമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 3-4 വർഷങ്ങൾക്ക് മുൻപ്
ഇതുപോലെ ഒരു പന്തക്കൊസ്താ തിരുനാൾ കഴിഞ്ഞപ്പോഴാണ് കർത്താവിനോട് പറഞ്ഞത്, എന്തുകൊണ്ട് നീ പ്രവചനവരം ഉപയോഗിക്കുന്നില്ല? ഈ വരം നിനക്ക് തന്നിട്ട് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? അങ്ങനെയാണ് നമ്മളെ ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ എന്നും പ്രവചനം വരം ഉപയോഗിക്കാൻ കർത്താവ് നിർബന്ധമായി പറഞ്ഞത്. നമുക്ക് ഒന്നുകൂടി നന്ദി പറയാം അതിനു വേണ്ടി. വർഷങ്ങളായി നമ്മൾ എല്ലാ ദിവസവും പ്രവചനത്തിലൂടെ നമ്മുടെ ആത്മാവിലും സഭ മുഴുവനിലും ഒരുപാട് കാര്യങ്ങൾ പ്രവചനത്തിലൂടെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നെനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല പ്രവചനമില്ലാത്ത ഒരു ശുശ്രൂഷ. പരിശുദ്ധാത്മാവിന് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നുകൂടി ദാഹിക്കാം, എല്ലാവരും ഈ പ്രവചനവരം ഉപയോഗിക്കാനും എല്ലാവരിലും ഈ പ്രവചനം കൂടുതൽ അഭിഷേകമാകാനും വേണ്ടി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്താ തിരുനാളിൽ എല്ലാവരും പ്രവചിച്ച പോലെ പ്രവചനവരം ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ എല്ലാവരിലും ജ്വലിക്കണമേ. പ്രവചനവരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രവചനവരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രവചനവരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭ മുഴുവനിലും പ്രവചനവരം തുറക്കണമേ. സഭ മുഴുവനിലും കൂടുതൽ പേർ പ്രവചിക്കാനിടയാകണമേ. സഭ മുഴുവനിലും പ്രവചനവരം തുറക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശല ഹലബല 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 ഹലബല. എല്ലാവരിലും പ്രവചനവരം തുറക്കണമേ. ശല ഹലബല ഹലബല. എല്ലാവരും പ്രാർത്ഥിക്കണം. സഭ മുഴുവനിലും പ്രവചനവരം തുറക്കണമേ. നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള എല്ലാവരും പ്രവചനവരത്താൽ അഭിഷേകം ചെയ്യപ്പെടണമേ. പെന്തക്കോസ്താ ദിവസമുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, മോശയുടെ കാലം മുതൽ ആഗ്രഹിച്ചിരുന്നതും ജോയൽ പ്രവാചകനിലൂടെ പ്രഖ്യാപിച്ചതുമായ പ്രവചനവരം. ശലഹലബല ഹലബല ശലഹലബല ഹലബല ഹലബല ഹലബല. എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും, അവർ പ്രവചിക്കുകയും ചെയ്യും. അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇതെനിക്ക് തോന്നുന്നത് ഇപ്പോഴും സഭയിൽ കൂടുതൽ പേര് ഇതിനകത്തേക്ക് വന്നിട്ടില്ല. ഈ പെന്തക്കോസ്താ പ്രമാണിച്ച് നിങ്ങളിൽ പലരും ഒരുപാട് ക്ലാസ്സുകൾ മറ്റുള്ളവരെ നടത്തുന്നതെല്ലാം കേട്ട് കാണും. ഞാനൊന്നും കേട്ടിട്ടില്ല, എനിക്കതിനുള്ള സമയവും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എവിടെയെങ്കിലും ഈ പ്രവചനവരത്തെക്കുറിച്ചൊരു ക്ലാസ് ആരെങ്കിലും കേട്ടോ? എന്തുകൊണ്ട് ഈ പ്രവചനവരത്തെക്കുറിച്ച് ആരും കാര്യമായി പഠിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ഈ പ്രവചനവരത്തിനായി പ്രാർത്ഥിക്കുന്നില്ല? പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ അതിൻ്റെ ആദ്യവും അവസാനവും പറയുന്നത് ഇതാണ്: നിങ്ങൾ പ്രവചനവരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. അപ്പോൾ ഇത് ഒരിക്കൽ കൂടി നമ്മൾക്ക് വളരെ കാര്യമായിട്ട് എടുക്കണം. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും തന്നെ ഈ പ്രവചനവരം നമ്മൾ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ആത്മാവിൻ്റെ എല്ലാ വരദാനങ്ങളും ഞങ്ങളിൽ നൽകിയിരിക്കുന്ന കർത്താവ് ഈശോ മിശിഹായേ, പ്രവചനവരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ, സർവശക്തനിൽ നിന്നും ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധി ലയിച്ചവൻ പ്രവചിക്കുന്നു. ശലഹലബല. സംഖ്യ 24:4 കണ്ടു. സംഖ്യയുടെ പുസ്തകത്തിൽ പല സ്ഥലത്തും പ്രവചനവരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു.
പരിശുദ്ധാത്മാവെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദാഹിക്കാം. ഇന്ന് കർത്താവ് ഇതുകൊണ്ടാണ് വീണ്ടും പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? കർത്താവിൻ്റെ ഏറ്റവും വലിയ വരമാണ് പ്രവചനവരം. പരിശുദ്ധാത്മാവേ, ഈ പ്രവചനവരം ഞങ്ങളെല്ലാവരിലും തുറക്കണേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ പെന്തക്കോസ്താ ദിവസം മുതൽ സഭയിൽ നൽകിയിരിക്കുന്ന ഈ പ്രവചനവരത്തെ വേണ്ട പോലെ ഇനിയും ആരും ഉപയോഗിക്കുന്നില്ല. ഓ ദൈവമേ, സഭയിൽ ഈ പ്രവചനവരം കൂടുതൽ പേര് ഉപയോഗിക്കട്ടെ, കൂടുതൽ പേര് പ്രവചിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 21:9 പറഞ്ഞിരിക്കുന്നു, 4 കന്യകമാർ അവനുണ്ടായിരുന്നു. കന്യകമാരും പ്രവചനവരം ലഭിച്ചവരുമായ 4 പുത്രിമാർ അവനുണ്ടായിരുന്നു. പുത്രിമാർ കണ്ടോ, കന്യകമാരായ പുത്രിമാർ പ്രവചിക്കുന്നു. ഇന്ന് നമ്മുടെ കന്യകമാർക്കും നമ്മുടെ യുവതി യുവാക്കൾക്കും എന്തുകൊണ്ട് പ്രവചിച്ചൂടാ? നമ്മളെല്ലാവരും തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ധാരാളമുള്ള വൈദികരും സന്യസ്തരും ബിഷപ്പുമാരും വചനപ്രഘോഷകരും എന്തുകൊണ്ട് പ്രവചിക്കുന്നില്ല? കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരിലും പ്രവചനം നൽകണമെന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. 1 സാമുവേൽ 10:6. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. കർത്താവേ, ഈ വചനം കർത്താവീശോ മിശിഹ നമുക്ക് നൽകിയിരിക്കുന്ന ത്രിവിധ അഭിഷേകം, പ്രവാചക അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം, രാജകീയ അഭിഷേകം ഞങ്ങൾ തുറക്കണമേ. പൗരോഹിത്യ അഭിഷേകം, രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം പൂർണ്ണമായി ഞങ്ങൾ തുറക്കണമേ. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. ഹലബല 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 ഹലബല. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. എല്ലാവരും അത് നേറ്റു പറഞ്ഞേ, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി മാറും. ഞാനും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. എല്ലാവരും സ്വീകരിക്കണം പ്രവചനവരം. കർത്താവിൻ്റെ ആത്മാവ് ആവസിക്കുന്ന നമ്മളെല്ലാവരിലും പ്രവാചകന്റെ ആത്മാവ്, യേശുവിനുള്ള അതേ അഭിഷേകം, പ്രവാചക അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം, പ്രവാചക അഭിഷേകം നമ്മളെല്ലാവരിലും ഉണ്ട്. നമ്മൾ ആ അഭിഷേകത്തെ ഉപയോഗിക്കുന്നില്ല. കർത്താവ് ഇന്നലെ പറഞ്ഞു, എൻ്റെ സർവാതീത ശക്തിയും നിങ്ങളിലുണ്ട് എങ്കിലും നിങ്ങളത് പൂർണ്ണമായി ഉപയോഗിക്കുന്നില്ല. ഒരു കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ ഒട്ടും ഉപയോഗിക്കാത്തൊരു വരമാണ് പ്രവചനവരം. വളരെയധികം ആളുകളിൽ ഈ വരം ഉണ്ടെങ്കിലും ഇത് ആരും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് സഭയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാത്തത്. അത് നടക്കണമെങ്കിൽ, അത് മുള പൊട്ടണമെങ്കിൽ അതാദ്യം പ്രവചനത്തിലൂടെ സഭയിൽ ലഭിക്കണം. ഹലല 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 ഹലല. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ആദ്യം പ്രാർത്ഥിക്കുന്നത്, ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും, ഇപ്പോൾ ലൈവായിട്ട് പങ്കുചേരുന്നവരും പിന്നീട് ഓഫ്ലൈൻ പങ്കുചേരാൻ പോകുന്നവരിലും ഈ പെന്തക്കോസ്താ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാന അഭിഷേകം പ്രവചനപരമാണെന്നും
ആ പ്രവചനവരം എല്ലാവരിലും തുറക്കപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രവചിക്കണം. നിങ്ങളിൽ പ്രവചനവരം ഉള്ളത് തുറക്കട്ടെ, എല്ലാവരിലും തുറക്കട്ടെ. ശലബല ബലബല ബലബല ബലബല. സഭ മുഴുവനിലും പ്രവാചകന്മാരുടെ സഭയാണിത്. പ്രവാചകവരം ഈശോയിലുള്ള 3 അഭിഷേകം നമുക്ക് നൽകിയിരിക്കുന്നു. മാമോദീസായിലൂടെ ഈശോയുടെ ത്രിവിധ അഭിഷേകത്തിന്റെ ഭാഗമാക്കുകളാണ് നമ്മൾ. ശലബല ബലബല 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 ബലബല. പ്രവചനവരം തുറക്കട്ടെ, പ്രവചനവരം തുറക്കട്ടെ. ഭാഷാവരം, പ്രവചനവരം, പ്രവചനത്തിന്റെ വ്യാഖ്യാനവരം തുറക്കട്ടെ. ശലബല ബലബല 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 ബലബല. ഹലബല 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 ഹലബല. ഓ ശല ഹലബല 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 ഹലബല. പ്രവചനവരം അഭിഷേകമാകട്ടെ എല്ലാവരിലും. എന്റെ ജനമേ, എന്റെ ശക്തമായ അഭിഷേകം എന്റെ പ്രവചനവരത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. പ്രവചനവരം നിങ്ങളിൽ ഞാൻ തുറക്കുന്നു. നിങ്ങൾ പ്രവചിക്കുവിൻ. നിങ്ങൾ എന്റെ അധരമാകുവിൻ. നിങ്ങൾ എന്റെ ഹൃദയമാകുവിൻ. നിങ്ങൾ എന്റെ ശക്തി പ്രവാഹത്തിന്റെ പുത്തൻ ഉറവകളാകുവിൻ. ഞാൻ തന്നെ നിങ്ങളിൽ വസിച്ചുകൊണ്ട് നിങ്ങളുടെ അധരത്തിലൂടെ പ്രവചിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും വലിയ അനുഗ്രഹമായി സ്വീകരിക്കുവിൻ. നിങ്ങളിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം പ്രവചനപരമാണ്. എന്റെ പ്രവാചക ദൗത്യം നിങ്ങളിൽ നൽകിയിരിക്കുന്നത് സഭയെ പണിതുയർത്തുന്നതിനാണ്. ശലമാറഖീര ശലിയലമറമഖീര ഉറലബിയലമഖീര. ഓരോ പെന്തക്കോസ്ത് തിരുനാളിലും എല്ലാ വരദാനങ്ങളും വർഷിക്കുന്നുണ്ട്. തിരുനാളിൽ മാത്രമല്ല, എപ്പോഴും എന്നേക്കും നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നിങ്ങളിൽ ഈ വരദാനങ്ങൾ വർഷിക്കാം. ഓരോ ദിവസവും നിങ്ങളിലുള്ള വരദാനങ്ങളെ ശക്തിപ്പെടുത്താം. നിങ്ങളിലുള്ള വരദാനങ്ങളും നിങ്ങളിൽ നൽകിയിരിക്കുന്ന സ്നേഹവും നിങ്ങളിൽ വളരട്ടെ. റഹല്ലമക്കാര റഹല്ലമക്കാര ഹല്ലിയലമക്കാര ഉറൂലബിയലമക്കാര ഹീരാമിയലമക്കാര. എന്റെ പ്രവചനം എന്റെ അധരമായി നിങ്ങൾ മാറട്ടെ. എന്റെ അധരത്തിലൂടെ പ്രവഹിക്കുന്ന വാക്കുകൾ തീർച്ചയായും നിറവേറും. ഈ പ്രപഞ്ചത്തിൽ എന്റെ പദ്ധതികൾ നിറവേറണമെങ്കിൽ അതാദ്യം പ്രവചനമായി മുളപൊട്ടണം. അത് പ്രവചനമായി വിതയ്ക്കപ്പെടണം. എന്റെ വാക്കുകൾ പ്രവചനമായി വിതയ്ക്കപ്പെടുമ്പോൾ എന്റെ പദ്ധതികൾ ആരംഭിക്കും. എന്റെ പദ്ധതികളുടെ ആരംഭം പ്രവചനമായി അത് നിങ്ങളുടെ അധരത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലൂടെ പ്രവചിക്കപ്പെടുകയും അത് വിത്ത് പോലെ ഈ ഭൂമിയിൽ വിതയ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുവിൻ. ഞാൻ അരുളി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും സംഭവിക്കും. ശലബക്കാല ഉറലമക്കാര ലബിയലമക്കാര ലംബറമക്കാര. ഞാൻ അരുളി ചെയ്ത കാര്യങ്ങൾ തീർച്ചയായും സംഭവിക്കും. സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുവിൻ. ശലമക്കൂ ലംബിയലമക്കൂ റബിയലമക്കൂ ലകറമക്കൂ. ഇതാ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പ്രവചനവരത്തിന്റെ പുത്തൻ അഭിഷേകം നൽകുന്നു. നിങ്ങളെല്ലാവരും തന്നെ പ്രവചിക്കും. ഞാൻ അരുളി ചെയ്യുന്നു, നിങ്ങളെല്ലാവരും തന്നെ പ്രവചിക്കും. പെന്തക്കോസ്തായുടെ ശക്തമായ അഭിഷേകം അതാണ് പ്രവചനവരം. എല്ലാവരും പ്രവചിക്കും.
എല്ലാവരും പ്രവചിക്കും. ആ പ്രവചനങ്ങൾ ഞാൻ തന്നെ പൂർത്തിയാക്കും. ആ പ്രവചനങ്ങൾ അനുസരിച്ച് സഭ പണിതുയർത്തപ്പെടും. സഭ പണിതുയർത്തപ്പെടും. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയോ നിരാശപ്പെടുകയോ നിർവീര്യമാകുകയോ ഇല്ല. പ്രവചനങ്ങളെ മുറുക്കെ പിടിക്കുകയും എന്റെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ നിന്നും നിങ്ങളുടെ ജീവനിലേക്കും നിങ്ങളുടെ ജീവനിലൂടെ പ്രപഞ്ചം മുഴുവനിലേക്കും പ്രാവർത്തികമാക്കുന്നതിനായിട്ട് പ്രവഹിക്കും. അതാണ് പ്രവചനം. പണിതുയർത്തുന്നതിനും ഇടിച്ചു തകർക്കുന്നതിനും ആവശ്യമില്ലാത്തതിനെയും എല്ലാം ഇടിച്ചു തകർക്കുകയും പുതിയതിനെ പണിതുയർത്തുകയും ചെയ്യുന്ന പ്രവചനം. നീ ബാലനാണെന്ന് പറയരുതെന്ന് ഞാൻ ജെറമിയായോട് പറഞ്ഞു. ഞാൻ അരുളി ചെയ്യുന്നത് നീ പറയണം. ഞാൻ അയക്കുന്നിടത്ത് നീ പോണം. യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വരം നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളിൽ എല്ലാ വരദാനങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ അവയെല്ലാം ഇതാ തുറക്കുന്നു. മുട്ടുവിൻ, തുറക്കപ്പെടും എന്നരുളി ചെയ്തത് ഈ വരങ്ങളെ കുറിച്ച് തന്നെയാണ്. ഞാൻ നൽകിയിരിക്കുന്ന വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും അടച്ചുപൂട്ടി വെക്കാനുള്ളതല്ല. മുട്ടുവിൻ, തുറക്കപ്പെടും. ചോദിക്കുവിൻ, നൽകപ്പെടും. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. ഈ പെന്തക്കോസ്തായിൽ നിങ്ങളെല്ലാവരിലും ധാരാളം പ്രവചനവരങ്ങളും മറ്റു വരദാനങ്ങളും തുറക്കട്ടെ. സഭ മുഴുവനിലും തുറക്കട്ടെ. പുതിയ പ്രവാചകർ തുറക്കട്ടെ. പുതിയ പ്രവചനങ്ങൾ തുറക്കട്ടെ. വലിയ കാര്യങ്ങൾ, കണ്ണു കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിൽ ഇന്നേ വരെ കയറാത്തതുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലൂടെ ചെയ്യും. ഞാൻ നിങ്ങളിലൂടെ പ്രവചിക്കും. ഞാൻ നിങ്ങളിലൂടെ പ്രവർത്തിക്കും. ഞാൻ നിങ്ങളിലൂടെ പ്രവർത്തിക്കും. സഭ ഉണരും. സഭ വളരും. സഭ ശക്തമാകും. സഭ അനുസരണമുള്ളവരാകും. സഭയിൽ പുതിയ ചൈതന്യം നിറയും. ആമേൻ, 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 ആമേൻ. Praise the Lord, praise the Lord. Hallelujah, 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 hallelujah. എല്ലാവരും പ്രവചിക്കാൻ ശ്രമിക്കുവിൻ. എല്ലാവരും പുത്തൻ പ്രവചനത്തിനായി ദാഹിക്കുവിൻ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവളെ ഭാഗ്യവതി. എല്ലാം കർത്താവ് അരുളിച്ചെയ്തത് തീർച്ചയായിട്ടും സംഭവിക്കും എന്ന് വിശ്വസിക്കണം. CCCയിൽ 299
നമുക്കൊന്ന് വായിക്കാം. ദൈവം ക്രമീകൃതവും നല്ലതുമായ ലോകത്തെ സൃഷ്ടിക്കുന്നു. ദൈവം ജ്ഞാനം കൊണ്ട് സൃഷ്ടിക്കുന്നെങ്കിൽ അവിടുത്തെ സൃഷ്ടി ക്രമീകൃതമാണ്. 299. അങ്ങ് സർവവും അളന്ന് എണ്ണി തൂക്കി ക്രമപ്പെടുത്തിയിരിക്കുന്നു. വിസ്ഡം 11:20. അദൃശ്യ ദൈവത്തിന്റെ പ്രതിച്ഛായയായ സനാതന വചനത്താലും സൃഷ്ടിക്കപ്പെട്ട വിശ്വം ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനും ദൈവവുമായി വ്യക്തിപരമായ ബന്ധത്തിന് വിളിക്കപ്പെട്ടവനുമായ മനുഷ്യന് വേണ്ടിയാണ്. അത് അവനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവീക ബുദ്ധിയുടെ വെളിച്ചത്തിൽ ഭാഗമാക്കാവുന്ന നമ്മുടെ ബുദ്ധി, ദൈവീക ബുദ്ധിയുടെ വെളിച്ചത്തിൽ ഭാഗമാക്കാവുന്ന നമ്മുടെ ബുദ്ധി സൃഷ്ടപ്രപഞ്ചത്തിലൂടെ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ശക്തമാണ്. പക്ഷെ കഠിനാധ്വാനത്തിലൂടെയും സൃഷ്ടാവിൻ്റെയും അവന്റെ സൃഷ്ടികളുടെയും മുൻപിൽ വിനയ ബഹുമാന സമന്വിതം വളർത്തിക്കൊണ്ട് മാത്രമേ ഇത് സാധിക്കൂ. സൃഷ്ടി ദൈവത്തിന്റെ നന്മയിൽ നിന്ന് ഉത്ഭവിക്കുന്നതിനാൽ അത് അവിടുത്തെ നന്മയിൽ പങ്കുചേരുന്നു. അത് വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. മനുഷ്യന് വേണ്ടിയുള്ള ഒരു സമ്മാനമായി, അവന് വേണ്ടിയുള്ളതും അവനെ ഭരമേൽപ്പിച്ചിരിക്കുന്നതുമായ ഒരു പൈതൃകമായി ദൈവം സൃഷ്ടിയെ നിശ്ചയിച്ചു. ഭൗതിക പ്രപഞ്ചം ഉൾപ്പെടെയുള്ള സർവ സൃഷ്ടികളുടെയും നന്മയെ ന്യായീകരിച്ചുറപ്പിക്കേണ്ട പല സന്ദർഭങ്ങളും സഭയിലുണ്ട്. ഇതിവിടെ വായിക്കാൻ കാരണം, ഈ സൃഷ്ടി പ്രവർത്തനം കർത്താവ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ പ്രവചനത്തിലൂടെയാണ്. വരുവിൻ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രത്യേക അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരിലും ഇനിയും കൂടുതലായി പ്രവചനവരത്തിലൂടെ കർത്താവിൻ്റെ ഈ സൃഷ്ടികർമ്മം നടത്തുന്ന വാക്കുകൾ, കർത്താവ് ഇനിയും ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു. എന്നാൽ അത് സംഭവിക്കണമെങ്കിൽ അതാരിലൂടെയെങ്കിലും പ്രവചിക്കപ്പെടണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരമാണ് പ്രവചനവരം. പരിശുദ്ധാത്മാവിൻ്റെ അയക്കൽ 244 CCC 244. പരിശുദ്ധാത്മാവിൻ്റെ നിത്യമായ ഉദ്ഭവം കാലത്തിലുള്ള അവിടുത്തെ അയക്കപ്പെടലിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നു. പുത്രന്റെ നാമത്തിൽ പിതാവിലേക്ക് തിരിച്ചെത്തിയ ശേഷം പുത്രനും വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനെ അപ്പസ്തോലന്മാരുടെ മേലും സഭയുടെ മേലും അയച്ചു. യേശുവിൻ്റെ മഹത്വീകരണത്തിന് ശേഷമുള്ള പരിശുദ്ധാത്മാവെന്ന വ്യക്തിയുടെ അയക്കപ്പെടൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തെ അതിൽ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നു. 731 പെന്തക്കോസ്താ ദിവസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇതാണ്. 731 പെന്തക്കോസ്താ ദിവസം ഉയർപ്പിന്റെ 7 ആഴ്ചകൾ അവസാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതോടെ ക്രിസ്തുവിന്റെ പെസഹ പൂർത്തിയായി. പരിശുദ്ധാത്മാവിനെ ഒരു ദൈവീക വ്യക്തി എന്ന നിലയിൽ വെളിപ്പെടുത്തുകയും നൽകുകയും പകർന്നു കൊടുക്കുകയും ചെയ്തു. തൻ്റെ പൂർണ്ണതയിൽ നിന്ന് കർത്താവായ ക്രിസ്തു ആത്മാവിനെ സമൃദ്ധമായി ചൊരിയുന്നു. 732 ആ ദിവസം പരിശുദ്ധ ത്രിത്വം പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ടു. അതാണ് പെന്തക്കോസ്താ ദിവസമുണ്ടായ വലിയൊരു കാര്യം. ആ ദിവസം
പരിശുദ്ധ ത്രിത്വം പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ടു. ക്രിസ്തു അറിയിച്ചിരുന്ന രാജ്യം അവിടുന്ന് വിശ്വസിക്കുന്നവർക്കായി അന്നു മുതൽ തുറന്നിരിക്കുന്നു. മാനുഷികതയുടെ താഴ്മയിലും വിശ്വാസത്തിലും അവർ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഐക്യത്തിൽ പങ്കുചേരുന്നു. പരിശുദ്ധാത്മാവ് തന്റെ അവിരാമമായ ആഗമനത്താൽ അന്ത്യനാളുകളിലേക്ക്, അതാണ് അവസാന നാളുകളിൽ, ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. സഭയുടെ കാലമാണിത്. അവകാശമായി ലഭിച്ചതെങ്കിലും ഇനിയും പരിപൂർത്തിയിലെത്താത്ത രാജ്യമാണിത്. ബൈസന്റൈൻ ആരാധനക്രമത്തിലെ ഒരു ഗാനം ഇങ്ങനെയാണ്: നാം സത്യപ്രകാശം കണ്ടു, സ്വർഗീയാത്മാവിനെ സ്വീകരിച്ചു, യഥാർത്ഥ വിശ്വാസം കണ്ടെത്തി, അവിഭാജ്യമായ ത്രിത്വത്തെ നാം ആരാധിക്കുന്നു, എന്തെന്നാൽ അവിടുന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. തുടർന്ന് പെന്തക്കോസ്താ ദിവസത്തിൽ ഉണ്ടായ മറ്റൊരു കാര്യമാണ് 733. ദൈവം സ്നേഹമാകുന്നു. സ്നേഹമാണ് അവിടുത്തെ പ്രഥമ സമ്മാനം. 733. ദൈവം സ്നേഹമാകുന്നു. സ്നേഹമാണ് അവിടുത്തെ പ്രഥമ സമ്മാനം. മറ്റുള്ളതെല്ലാം അതിലടങ്ങിയിരിക്കുന്നു. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ഈ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നു. 734. പാപത്തിൽ നാം മൃതരാണ്, അല്ലെങ്കിൽ മുറിവേറ്റവരെങ്കിലുമാണ്. അതുകൊണ്ട് സ്നേഹമാവുന്ന ദാനത്തിന്റെ പ്രഥമ ഫലം നമ്മുടെ പാപങ്ങളുടെ മോചനമാണ്. സഭയിൽ പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് പാപത്തിലൂടെ നഷ്ടമായ ദൈവിക സാദൃശ്യത്തെ മാമോദീസ സ്വീകരിച്ചവർക്ക് തിരികെ നൽകുന്നു. എന്നിട്ട് അവിടുന്ന് നമുക്ക് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരം അഥവാ ആദ്യ ഫലങ്ങൾ തരുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ജീവിതം തന്നെയാണത്. അതാകട്ടെ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നതാണ്. ഈ സ്നേഹം 1 കൊരിന്ത്യർ 13 പറയുന്ന സ്നേഹം ക്രിസ്തുവിലുള്ള പുതിയ ജീവന്റെ ഉറവിടമാണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന ശക്തി നാം സ്വീകരിച്ചിരിക്കുന്നതിലാണ് അത് സാധ്യമാകുന്നത്. ആത്മാവിന്റെ ഈ ശക്തി കൊണ്ട് 736 ദൈവമക്കൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും. യഥാർത്ഥ മുന്തിരിച്ചെടിയിൽ നമ്മെ ഒട്ടിച്ചു ചേർത്തവൻ ആത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവ നമ്മിൽ പുറപ്പെടുവിക്കും. ആത്മാവാണ് നമ്മുടെ ജീവൻ. നാം നമ്മെ തന്നെ എത്ര കൂടുതലായി പരിത്യജിക്കുന്നുവെന്നോ അത്ര കൂടുതലായി ആത്മാവ് നമ്മെ പ്രവർത്തനോന്മുഖരാക്കും. പരിശുദ്ധാത്മാവിലൂടെ നാം പർദീസായിലേക്ക് പുനരാനയിക്കപ്പെടുന്നു. സ്വർഗരാജ്യത്തിലേക്ക് കയറി മക്കളായി തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനും ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ പങ്കുചേരാനും പ്രകാശത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാനും നിത്യമഹത്വത്തിൽ പങ്കുപറ്റാനും നമുക്ക് ആത്മധൈര്യം നൽകപ്പെടുന്നു. മഹാനായ വിശുദ്ധ ബേസിലിൻ്റെ പ്രബോധനമാണിത്. വരുവിൻ, നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്നേഹത്തിന് വേണ്ടി നമുക്ക് ദാഹിക്കാം, പ്രവചനവരത്തിന് വേണ്ടി ദാഹിക്കാം. കർത്താവ് സകലതും സൃഷ്ടിച്ചത് ഇതുപോലെയുള്ള വാക്കുകളിലൂടെയാണ്. അതുപോലെ അടിമത്വത്തിൽ വീണ ഇസ്രായേൽ ജനത്തിനെ ജെറുസലേമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പ്രവചനത്തിലൂടെയാണ്. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു എടുത്തത് പ്രവചനത്തിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഈ തിരുനാൾ ദിവസം പ്രവചനപരത്തിനായും അതോടൊപ്പം ദൈവം തന്നെയാകുന്ന സ്നേഹത്തിനായി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം.
നമുക്ക് എല്ലാവർക്കും സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ വളരെ പ്രധാനമായിട്ട് കർത്താവ് ഇന്ന് അരുളി ചെയ്തത് പെന്തക്കോസ്താ ദിവസത്തിന്റെ ആദ്യ വചനമാണ്. കർത്താവിന്റെ ആത്മാവ് എല്ലാ മനുഷ്യരുടെ മേലും വർഷിക്കും, നിങ്ങളുടെ യുവാക്കൾ പ്രവചിക്കും. ഈ വചനം പൂർത്തിയാകും. നമ്മളിലൂടെ പ്രവചനപരം ധാരാളം ആളുകളിലേക്ക് പ്രസരിക്കുമാറാകട്ടെ. പ്രവചനപരം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ബൈബിള് മുഴുവനും പ്രവചനപരത്തിലൂടെയാണ് എഴുതപ്പെട്ടത്. താങ്ക് യു കർത്താവേ, നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.